വധശിക്ഷ വേണോ വേണ്ടയോ എന്ന ചർച്ചകൾക്ക് ആധാരം തന്നെ വധശിക്ഷ കൊണ്ട് എന്താണ് തിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരാളുടെ ജീവൻ എടുത്തുകൊണ്ട് അയാൾക്കൊരു പാഠം നൽകാനാവുന്നില്ല. മാത്രമല്ല, ഒരാൾ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പഠിച്ച മാനസാന്തരത്തിന്റെ പാഠങ്ങൾ തന്നെ അപ്രസക്തമായി മാറുകയാണ്. 30 വർഷത്തിലേറെയായി വധശിക്ഷയ്ക്കെതിരെ രംഗത്തുള്ള ഹെലൻ പ്രീജിനെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷ എന്നത് നിയമവിധേയമാക്കിയ ഒരു പ്രതികാരമാണ്. പ്രതികാരാത്മകമായ നീതിക്ക് പകരം പരിവർത്തന നീതിയാണ് ഈ കാലത്തിന് ആവശ്യം. നിങ്ങൾ കൊന്നു, അതിനാൽ ഞങ്ങൾ നിങ്ങളെയും കൊന്നുകൊണ്ട് നീതി നടപ്പാക്കുന്നു എന്ന് പറയുന്നത് എത്ര പ്രാകൃതമായ അപരിഷ്കൃതമായ നീതി നിർവഹണമാണെന്ന് നാം ഓർക്കണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കമ്മീഷൻ വധശിക്ഷ സാർവത്രികമായി നിർത്തലാക്കണം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അത് മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്. 2, ഒരു നീതിന്യായ വ്യവസ്ഥ എത്ര തന്നെ ശക്തമാണെന്ന് പറഞ്ഞാലും അത് സംശയങ്ങൾക്ക് അതീതമാണ് എന്ന് പറയാൻ കഴിയില്ല. 3, വധശിക്ഷ നടപ്പാക്കുന്നതിലൂടെ തെറ്റു ചെയ്താൽ കൈവിറയ്ക്കും എന്നുള്ളതാണ് വാദമെങ്കിൽ അത് എത്ര കണ്ട് ശരിയാണെന്ന് നാം ഓർക്കണം. എത്രയോ വധശിക്ഷകൾ ഇതിനകം ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു. നിർഭയ കേസിലെ 4 പ്രതികളെ തീഹാർ ജയിലിൽ വെച്ച് 2020 തൂക്കിക്കൊല്ലുകയുണ്ടായി. എന്നിട്ടും അതിലേറെ ക്രൂരമായ ഭയാനകമായ എത്രയോ ബലാത്സംഗങ്ങൾക്ക് ഈ രാജ്യം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. Season 9 Federal Bank Speak for India Kerala edition in association with Mathrubhumi.